ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, വെല്ലുവിളികൾ, പോരാട്ടങ്ങൾ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു മാസം മുൻപ് ഞങ്ങൾക്ക് ഈ കുട്ടികളുടെ മാത്രമുള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതായത് ഏതാണ്ട് 12 വയസ്സ് വരെ പ്രായമുള്ള 7 വയസ്സ് മുതൽ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അൺപ്ലഗ്ഡ് എന്നായിരുന്നു. അതായത് പ്ലഗ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം മാറ്റുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലഗ് ഇൻ ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. സ്ക്രീൻ, വീഡിയോ അങ്ങനെ ഒന്നുമില്ലാത്ത വിധത്തിൽ എല്ലാം നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും നേച്ചറിൽ നിന്നുകൊണ്ടുള്ള പഠനവും പുറത്തിരുന്നു കൊണ്ടുള്ള പഠനങ്ങളൊക്കെ ആയിരുന്നു. അതിനകത്ത് കൂടുതൽ കളികളും മറ്റു കാര്യങ്ങളൊക്കെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിതുപോലെ തന്നെ നിങ്ങളോട് പറയാൻ തോന്നുകയാണ്. പല കാര്യങ്ങളിൽ നിന്നും അൺപ്ലഗ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ വിടുവിക്കുന്ന, ആ ബന്ധങ്ങളിൽ നിങ്ങളെ വിച്ഛേദിപ്പിക്കുന്ന, വിച്ഛേദനം നടത്തുന്ന ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി വേദനയുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ കർത്താവ് അത് അൺപ്ലഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, വേറെ ചില ഇടങ്ങളിലേക്ക്, വേറെ ചില ആളുകളുമായിട്ട്, വേറെ ചില കാര്യങ്ങളുമായിട്ട്, വേറെ ചില ജോലി സ്ഥലവുമായിട്ട് ദൈവം നിങ്ങളെ പ്ലഗ് ഇൻ ചെയ്യുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈ ദിവസങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ കടന്നു പോകുന്ന വേദനയിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. ദൈവം അതതിൻ്റെ സമയത്ത് അവൻ പ്ലഗ് ഇൻ ചെയ്യേണ്ടിടത്ത് നിങ്ങളെ പ്ലഗ് ഇൻ ചെയ്യും എന്ന് ആരോടൊക്കെയോ കർത്താവ് പറയുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു എലീറ്റ് സ്പോൺസറാണ്. ദുബായിൽ നിന്ന് വിനീത് ജോൺ ആൻഡ് ഫാമിലിയാണ്. താങ്ക് യു ബ്രദർ വിനീത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഭാര്യ സുമൻ്റെ ജന്മദിനം കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ സുമൻ. കർത്താവ് ധാരാളമായി സുമനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കിടയിലും കർത്താവ് ശക്തമായിട്ടുള്ള ബന്ധം, സ്നേഹം, ഐക്യത, ആത്മാവിൻ്റെ ബലം ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും കർത്താവ് ഇനി അവരെ കാത്തു സൂക്ഷിച്ചതിനായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവികമായ വലിയ പ്രവൃത്തികൾ, പദ്ധതികൾ നടത്തപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന നടക്കുകയാണ്. രാവിലെ നമുക്ക് 7:45 7:45 ഇംഗ്ലീഷിലുള്ള ആരാധന, അതുപോലെ ഹിന്ദിയിലുള്ള ആരാധന നമ്മുടെ കൊച്ചിയിലുള്ള ബ്ലെസ്സിങ് ടുഡേ ചേർച്ചസിലുണ്ട്. അപ്പോൾ തന്നെ 10 മണിക്ക് മലയാളത്തിലുള്ള ആരാധന നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും നടക്കുകയാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ബ്ലെസ്സിങ് ടുഡേ ചേർച്ച് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടേക്ക് കടന്നു ചെല്ലുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. നാളെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ, തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്കും ദൈവിക സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മളിന്ന് മെയ് 2 ശനിയാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് കപ്പാസിറ്റി, ഉൾക്കൊള്ളുവാനുള്ള കഴിവ്. വാവ്, കപ്പാസിറ്റി. വേറെ നല്ല വാക്കുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് വേറെ ടെക്നിക്കൽ വേർഡ്സ് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷേ അത് ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. ഇന്നത് കാണുന്നവരെല്ലാം, ഇന്നെന്നല്ല ഇതിന് ശേഷമുള്ള റീപ്ലേ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് പല ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷമാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയി കപ്പാസിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ അറ്റൻഡൻസാണ്. നിങ്ങളത് കാണുന്നു എന്നതിൻ്റെ കപ്പാസിറ്റി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉൾക്കൊള്ളുവാനുള്ള കഴിവ്. കപ്പാസിറ്റിയുടെ മലയാളം കപ്പാസിറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ? ഒരാളതിന് വായിച്ച കപ്പാക്കിറ്റി എന്നാണ്. മൈ കപ്പ് ഓവർഫ്ലോസ്. സാം 23:5. സങ്കീർത്തനങ്ങൾ 23:5 നമ്മൾ കാണുന്നത് എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. അതിൻ്റെ ഫോക്കസ് ഇതാണ്, കപ്പാസിറ്റി. ഡെക്ലറേഷൻ നോക്കുക. ദ ലോർഡ് എക്സ്പാൻഡ്സ് മൈ കപ്പാസിറ്റി ടു റിസീവ് ആൻഡ് ടു സെർവ്. ഐ ആം പ്രിപ്പയർഡ് ഫോർ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. കർത്താവ് എൻ്റെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് വർദ്ധിപ്പിച്ച് സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും എന്നെ സഹായിക്കുന്നു. ഐ ആം പ്രിപ്പയർഡ് ഫോർ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. കൂടുതൽ ഉത്തരവാദിത്വത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതാണ് എൻ്റെ ഇന്നത്തെ പ്രഖ്യാപനം, ഇന്നത്തെ ഡെക്ലറേഷൻ. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കണേ, നോക്കിയിട്ട് വായിക്കുക.
ടിക്ക് ചെയ്യുക. കപ്പാസിറ്റി, കപ്പാസിറ്റി, കപ്പാസിറ്റി. എല്ലാവരും ഒന്ന് പറഞ്ഞേ കപ്പാസിറ്റി. 4 കാര്യങ്ങൾ പറയാം. നമ്പർ 1, ഗോഡ് ഡിസയേഴ്സ് ടു ഇൻക്രീസ് യുവർ കപ്പാസിറ്റി. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉൾക്കൊള്ളുവാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. അത് ദൈവത്തിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഞാനിതിനെക്കുറിച്ച് നമ്മുടെ ശുശ്രൂഷകരുടെ മീറ്റിങ്ങുകളിലും അതുപോലെ പാസ്റ്റേഴ്സ് കോൺഫറൻസുകളിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഈ കപ്പാസിറ്റി എന്നുള്ള ഇൻക്രീസ് യുവർ കപ്പാസിറ്റി എന്നുള്ളതൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ഗോഡ് ഡിസയേഴ്സ് ടു ഇൻക്രീസ് യുവർ കപ്പാസിറ്റി. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ ഉൾക്കൊള്ളുവാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുക എന്നതാണ്. മൈ കപ്പ് ഓവർഫ്ലോസ് എന്ന് പറയുമ്പോൾ ഓവർഫ്ലോ ഇംപ്ലൈസ് ദാറ്റ് ഗോഡ് വാണ്ട്സ് ടു എക്സ്പാൻഡ് യുവർ കപ്പാസിറ്റി, നോട്ട് ജസ്റ്റ് മീറ്റ് യുവർ നീഡ്സ്. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ പാനപാത്രത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്ത് ദൈവം പോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആഗ്രഹം ഈ കപ്പൊന്ന് വലുതാക്കണം, ഈ പാനപാത്രം ഒന്ന് വലുതാക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ ഉൾക്കൊള്ളാനും കൂടുതൽ പ്രാപിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനും എനിക്ക് സാധിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 54:2 ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചുള്ള ഭാഗമാണ്. Enlarge the place of your tent. നിൻ്റെ കൂടാരത്തിൻ്റെ അതിരുകളെ വിശാലമാക്കുക, കുറ്റികളൊക്കെ അഴിച്ച് നീട്ടിയടിക്കുക. എൻ്റെ അനുഭവങ്ങളൊക്കെ ചരിത്രത്തിൽ ഞാൻ സംസാരിച്ചായിരുന്നു. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെ വായിക്കുമ്പോൾ ബോറോ വെസൽസ്, ഓയിൽ ഫിൽഡ് എവറി കണ്ടെയ്നർ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ദാസനായിരുന്നു നിൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഭയങ്കര കടം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ശുശ്രൂഷകൻ മരിച്ചത്. ഇപ്പോൾ കടക്കാർ വന്നിട്ട് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ പോവുക. അന്നത്തെ സിസ്റ്റം അതാണ്, ആൺപിള്ളേരെ ആൺമക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ എന്തുണ്ടെന്ന് ചോദിക്കുന്നു. ഒരു 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 ജാറിൽ അല്പം എണ്ണ അല്ലാതെ ഒരു സാധനം എൻ്റെ വീട്ടിലില്ല, എല്ലാം തീർന്നു. ഈ സമയത്ത് പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരെ ദൈവിക നിയോഗത്തിൽ അനുഗ്രഹിച്ചയക്കുകയാണ്. ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു വിടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചുറ്റുപാടുന്ന ആൾക്കാരുടെ അടുക്കലെല്ലാം പോയി പാത്രങ്ങൾ മേടിച്ചുകൊണ്ട് വരിക. ആ പാത്രങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ പാത്രങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കുക. ആ പാത്രങ്ങൾ നിരത്തി വെച്ച ശേഷം ഉള്ള എണ്ണ അതിലേക്ക് ഒഴിക്കുക. അങ്ങനെ ഒഴിക്കാൻ തുടങ്ങുന്നു. 1 പാത്രം നിറയുന്നു, 2 പാത്രം നിറയുന്നു, 10 പാത്രം നിറയുന്നു. എത്ര പാത്രം അവിടെ കൊണ്ടുവന്നു? മക്കളാണ് മേടിച്ചുകൊണ്ട് വന്നത്, നമുക്കറിഞ്ഞുകൂടാ. എല്ലാം നിറഞ്ഞ് കവിഞ്ഞു. പക്ഷേ ഇനി ഒരു പാത്രവും ഇല്ല എന്ന് വന്നപ്പോൾ എണ്ണ നിന്നു. അപ്പോൾ ദൈവത്തിന് എത്ര വേണമെങ്കിലും പകരാൻ കഴിയും. പാത്രങ്ങളാണ് വേണ്ടത്. ഉൾക്കൊള്ളുവാനുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അഥവാ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാമെങ്കിൽ ദൈവത്തിന് എത്ര വേണമെങ്കിലും നിറച്ചു തരാൻ പറ്റും. ഒന്നുകൂടി പറയാം, കപ്പാസിറ്റി വർദ്ധിപ്പിക്കാമെങ്കിൽ എത്ര വേണമെങ്കിലും ദൈവം നിറച്ചു തരും. ഒന്നുകൂടി പറയാൻ പോവുക, എൻ്റെ കണ്ണിലേക്ക് നോക്കുക. എൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാമെങ്കിൽ എത്ര വേണമെങ്കിലും നിറച്ചു തരാൻ ദൈവം ശക്തനാണ്. എഫെസ്യ ലേഖനം 3:20 ഗോഡ് ക്യാൻ ഡു ഇമ്മെഷറബിളി മോർ എന്നവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് എത്ര അധികം വേണമെങ്കിലും, ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. നമ്മിൽ പലരും അനുഗ്രഹിക്കപ്പെടാതിരിക്കുവാനുള്ളൊരു കാരണം, വളരാതിരിക്കാനുള്ളൊരു കാരണം, വർദ്ധിക്കാതിരിക്കാനുള്ളൊരു കാരണം ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറിയിലുണ്ട്. അതിൻ്റെ വെളിപാടാണ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല? കൂടുതൽ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയൂ. ഒരു സഭയാകാം, ഒരു ചെറിയൊരു കൂട്ടായ്മയാകാം, വലിയൊരു കൂട്ടായ്മയാകാം, എന്താണെങ്കിലും അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കൂടുതൽ 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 ദൈവം ഒഴിച്ചുകൊണ്ടിരിക്കും, ആഡ് ചെയ്തുകൊണ്ടിരിക്കും, കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നമ്പർ 2, കപ്പാസിറ്റി ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് റിസീവിങ്. എൻ്റെയും നിങ്ങളുടെയും ഉൾക്കൊള്ളുവാനുള്ള കഴിവാണ് സ്വീകരിക്കുവാനുള്ള കഴിവിനെ തീരുമാനിക്കുന്നത്. എത്രത്തോളം എനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും, സ്വീകരിക്കാൻ കഴിയും, അത് നിർണ്ണയിക്കുന്നത് എന്താണ്? കപ്പാസിറ്റിയാണ്. നമ്മുടെ കപ്പാസിറ്റി എത്രയുണ്ട്? മെൻ്റൽ കപ്പാസിറ്റി, പെയിൻ ബെയറിങ് കപ്പാസിറ്റി, ലോഡ് ബെയറിങ് കപ്പാസിറ്റി, ഗ്രോത്ത് കപ്പാസിറ്റി തുടങ്ങി ഒത്തിരി ഡിഫറെൻറ്റ് രീതിയിലുള്ള കപ്പാസിറ്റി ഉണ്ട്. പെയിൻ ബെയറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് എത്രത്തോളം വേദന പിടിച്ചു നിൽക്കാൻ കഴിയും,
എത്രത്തോളം ടഫ് സാഹചര്യങ്ങളിലൂടെ പോകാൻ കഴിയും. അതിനനുസരിച്ച് മാത്രമേ അടുത്ത ലെവലിലേക്ക് ആ വ്യക്തിക്ക് പോകാൻ കഴിയും. ഗോഡ് സപ്ലൈസ് അബണ്ടൻറ്റ്, ബട്ട് റിസീവിങ് ഡിപ്പെൻഡ്സ് ഓൺ കപ്പാസിറ്റി. ദൈവത്തിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് സമൃദ്ധമാണ്. എത്ര വേണേലും തരാൻ ദൈവത്തിനുണ്ട്. എന്നാൽ റിസീവിങ് ഡിപ്പെൻഡ്സ് ഓൺ കപ്പാസിറ്റി. എന്നാൽ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കും? എൻ്റെ ഉൾക്കൊള്ളുവാനുള്ള കപ്പാസിറ്റിയെ അടിസ്ഥാനമായിട്ടായിരിക്കും. മത്തായി സുവിശേഷം 9:29 അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത് ഇറ്റ് വിൽ ബി ഡൺ. നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഈ നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്നുള്ളത് ആ വചനം ഒത്തിരി പേർക്കറിയാം. കർത്താവ് പറഞ്ഞില്ല, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. സാധാരണ കാഷ്വൽ ടോക്കുകളിൽ പോലും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വിടുന്ന ഒരു കാര്യമാണ് നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. എന്നാൽ ആ വിശ്വാസം ഒരു കപ്പാസിറ്റിയാണ്. വിശ്വാസത്തിനൊരു കപ്പാസിറ്റി ഉണ്ട്. എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും, എത്ര കൂടുതൽ വിശ്വസിക്കാൻ കഴിയും, എത്ര പ്രാപിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയും, അതിനനുസരിച്ച് നിനക്ക് സംഭവിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ ലിമിറ്റഡ് മിറക്കിൾസ് ബിക്കോസ് ഓഫ് അൺബിലീഫ്. അവിടെ അവിശ്വാസ നിമിത്തം അധികം അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവന് സാധിച്ചില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ലിമിറ്റഡാണ്. അതുകൊണ്ട് യേശുവിന് ആ നാട്ടിൽ എന്ന് വെച്ചാൽ അവൻ്റെ സ്വന്തം നാട്ടിൽ അധികമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം അവിശ്വാസ നിമിത്തം ദൈവപ്രവൃത്തി അവർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ എ ഗുഡ് മെഷർ പ്രസ് ഡൗൺ റണ്ണിങ് ഓവർ. അവിടെ പറയുന്നത് കണ്ടോ, അമർത്തി കുലുക്കി നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. ധാരാളം അങ്ങോട്ട് കൊടുക്കുന്നത് പോലെയല്ല കർത്താവ് ഇങ്ങോട്ട് തരുന്നത്. ഒത്തിരി പേരും പിശുക്കിയാണ് ദൈവത്തിന് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവവേലയ്ക്കും ശുശ്രൂഷപരമായ കാര്യങ്ങൾക്ക് സുവിശേഷത്തിനൊക്കെ കൊടുക്കുന്നത് വളരെ ഞെരിക്കുകയാണ്. എന്ന് വെച്ചാൽ വളരെ പിശുക്കിയാണ്. പക്ഷെ ദൈവം തിരിച്ചു തരുന്നത് എങ്ങനെയാണ്? ഗുഡ് മെഷർ പ്രസ് ഡൗൺ റണ്ണിങ് ഓവർ. അമർത്തി കുലുക്കി നല്ലൊരളവ്. പക്ഷേ ഇതിൻ്റെ മലയാളത്തിൽ അത്രയും കറക്റ്റായിട്ട് വന്നിട്ടില്ല. എ ഗുഡ് മെഷർ നല്ലൊരളവ്. പ്രസ് ഡൗൺ എന്ന് വെച്ചാൽ അമർത്തി കൂടുതൽ അതിൻ്റെ അകത്തേക്ക് കയറ്റിയത്. റണ്ണിങ് ഓവർ എന്നിട്ടും പുറത്തേക്ക് ഒഴുകുകയാണ്. ഇതുപോലൊരനുഭവത്തിലാണ് ദൈവം നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ജൂൺ മുതൽ നല്ല മഴ കിട്ടും. സാധാരണ കേരളത്തിൽ മൺസൂൺ വരുമല്ലോ. അപ്പോൾ വീട്ടിൽ ഓരോരുത്തരുടെയും വീട്ടിൽ കിച്ചണിൽ അകത്ത് റൂമുകളിലൊക്കെ ഒത്തിരി പാത്രങ്ങൾ കാണും. പക്ഷേ ഇതൊന്നും മഴയത്ത് നിറയാറില്ല. അതിന് കാരണം അതെല്ലാം അകത്തല്ലേ ഇരിക്കുന്നത്. എന്നാൽ പുറത്ത് കുറേ പാത്രങ്ങൾ ഇരിപ്പുണ്ടെങ്കിലോ അത് മുഴുവൻ നിറയും. അത് ഓപ്പണായിട്ട് സ്വീകരിക്കാവുന്ന രീതിയിൽ ഇരിക്കുകയാണ്. ഈ റിസപ്ഷൻ ഉള്ളത് കൊണ്ട് അവ നിറയും. എന്നാൽ വീടിനകത്തിരിക്കുന്ന ഒരു പാത്രം പോലും മഴവെള്ളത്തിൽ നിറയുകയില്ല. നമ്പർ 3, കപ്പാസിറ്റി ഈസ് എക്സ്പാൻഡ് ത്രൂ ഗ്രോത്ത് ആൻഡ് സ്ട്രെച്ചിങ്. ഒരാളുടെ കപ്പാസിറ്റി എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? വർദ്ധിക്കണമെങ്കിൽ വളർച്ചയിലൂടെയും സ്ട്രെച്ചിങ്ങിലൂടെയും, എങ്ങനെ എൻ്റെ മലയാളം പറയേണ്ട, വലിച്ച് നീട്ടുന്നതിലൂടെയുമാണ് അത് വർദ്ധിക്കുന്നത്, കപ്പാസിറ്റി വർദ്ധിക്കുന്നത്. കപ്പാസിറ്റി ഡസ് നോട്ട് ഇൻക്രീസ് ഓട്ടോമാറ്റിക്കലി, ഇറ്റ് ഗ്രോസ് ത്രൂ സ്ട്രെച്ചിങ്. കപ്പാസിറ്റി ചുമ്മാ വർദ്ധിക്കില്ല. ഒരിക്കലും കപ്പാസിറ്റി ചുമ്മാ ഇരുന്നത് കൊണ്ട്, ചർച്ചിൽ പോയി വന്നു അങ്ങനെ ഇരുന്നുകൊണ്ട് ഒരിക്കലും കപ്പാസിറ്റി വർദ്ധിക്കാൻ പോകുന്നില്ല. പകരം തന്നെത്താൻ ഒന്നും കപ്പാസിറ്റി വർദ്ധിക്കാതിരിക്കുമ്പോൾ വളരെ മനഃപൂർവമായ ഒരു സ്ട്രെച്ചിങ്ങിലൂടെ മാത്രമേ കപ്പാസിറ്റി വർദ്ധിക്കുകയുള്ളൂ. റോമാലേഖനം 5-ാം അധ്യായം 3-4 വചനങ്ങൾ വായിക്കുമ്പോൾ സഫറിങ് പ്രൊഡ്യൂസസ് പെർസിവറൻസ് ആൻഡ് ക്യാരക്ടർ. ഒരു കഷ്ടതയുണ്ടെങ്കിൽ ആ കഷ്ടതയാണ് ഭയങ്കരമായി സഹിഷ്ണുതാ മനോഭാവം, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. അതിലൂടെ അവസാനം ഡെവലപ്പ് ചെയ്തു വരുന്നതാണ് ക്യാരക്ടർ, സ്വഭാവ ശ്രേഷ്ഠത. അതുവരെയുള്ളത് എന്ന് പുറത്തു വരും. അപ്പോൾ സഫറിങ്ങിലൂടെയാണ് ഇത് ഉൽപ്പാദനം ആരംഭിക്കുന്നത്.
പെർസിവറൻസിലൂടെ പോയി ക്യാരക്ടറിൽ അവസാനിക്കുകയാണ്. ഇതെല്ലാം കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങളാണ്. ഏതൊരു ബോഡി ബിൽഡറോടും ചോദിച്ചാൽ അറിയാം, മസിൽസ് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ മസിൽസ് വലുതാകുന്നത്, ഗ്രോ ചെയ്യുന്നത് സ്ട്രെച്ചിങ്ങിലൂടെയാണ്. വളരെ നന്നായി കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ വെയിറ്റ് എടുക്കുക, കൂടുതൽ സ്ട്രെച്ച് ചെയ്യുക, കൂടുതൽ ചെയ്ത് വരുമ്പോൾ കപ്പാസിറ്റി അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ആ എക്സസൈസ് എല്ലാം ചെയ്ത് ചില വർഷങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ എത്ര ഭയങ്കരമായ വെയിറ്റാണ് അവർക്ക് എടുക്കാൻ കഴിയുക. ഇതെന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, വെല്ലുവിളികൾ, പോരാട്ടങ്ങൾ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ ബെയറിങ് കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. ഇപ്പോൾ പല ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ മുറിവുകളും വേദനകളും ഒക്കെ നമുക്ക് കിട്ടും. എന്നിട്ടും വകവയ്ക്കാതെ നമ്മൾ മുന്നിലേക്ക് ആഞ്ഞോടുമ്പോൾ നമ്മുടെ പെയിൻ ബെയറിങ് കപ്പാസിറ്റി കൂടുകയാണ്. ലോഡ് ബെയറിങ് കപ്പാസിറ്റി കൂടുതൽ ഭാരം വഹിക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കാര്യം തന്നെ വഹിക്കാൻ എനിക്ക് പറ്റാത്ത രീതിയിലുള്ള മാനസികാവസ്ഥയിലായിരുന്നു. എന്നാൽ വലിയ പ്രശ്നങ്ങളിലൂടെയും കഷ്ടതയിലൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പലരുടെയും ഭാരങ്ങൾ ഏറ്റെടുക്കാം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ദൈവം എൻ്റെ മാനസികാവസ്ഥയെ മാറ്റാൻ തുടങ്ങി. അപ്പോഴാണ് ആളുകൾ കൂടാൻ തുടങ്ങുന്നു, കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങുന്നു, അവരനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നു, അവരുടെ വേദനകൾ പങ്കുവയ്ക്കാൻ പറ്റുന്നു. നമ്പർ 4, കപ്പാസിറ്റി മസ്റ്റ് ബി പ്രിപ്പയർഡ് ബിഫോർ ഓവർഫ്ലോ കംസ്. ഭയങ്കരമായ ഒരു ഓവർഫ്ലോ വരുന്നതിന് മുമ്പ്, കവിഞ്ഞൊഴുക്ക് വരുന്നതിന് മുമ്പ് കപ്പാസിറ്റി മസ്റ്റ് ബി പ്രിപ്പയർഡ് ബിഫോർ ഓവർഫ്ലോ കംസ്. ഉൾക്കൊള്ളുവാനുള്ള കഴിവ് ആദ്യമേ തന്നെ ഒരുങ്ങി വന്നെങ്കിലേ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. ആദ്യം പ്രിപ്പയർ ചെയ്യണം കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാകാൻ. ഉൾക്കൊള്ളുവാനുള്ള കഴിവ് വർദ്ധിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഒരുങ്ങുകയാണെങ്കിൽ, എന്നിട്ട് അതിൻ്റെയും അപ്പുറത്തുള്ളൊരു ഓവർഫ്ലോ കർത്താവ് കൽപ്പിക്കും. ഗോഡ് പ്രിപ്പേഴ്സ് ദ വെസൽ ബിഫോർ റിലീസിങ് ദി ഓവർഫ്ലോ. ദൈവത്തിന് ഭയങ്കരമായ കുതിച്ചുചാട്ടങ്ങളെ, നീരൊഴുക്കുകളെ, അല്ലെങ്കിൽ അതിഭയങ്കരമായ ഓവർഫ്ലോ കർത്താവിന് റിലീസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനു മുൻപ് ഹീ പ്രിപ്പേഴ്സ് ദ വെസൽ. ആ പാത്രം ഒരുക്കിയെടുക്കും. വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് മുൻപ് ഓരോ ദൈവദാസനും അല്ലെങ്കിൽ ദൈവദാസിയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകരെ കർത്താവ് ചിലപ്പോൾ ദീർഘവർഷങ്ങൾ വലിയ ടഫ് സിറ്റുവേഷനിലൂടെ, പാച്ചസിലൂടെ കൊണ്ടുപോയിട്ടായിരിക്കും ഒരുക്കിയെടുക്കുന്നത്. മോശെ ഒരുക്കാൻ വേണ്ടി ഏകദേശം 80 വർഷം എടുത്തു. ഇതുപോലെ തന്നെ ജോഷുവയുടെ കാര്യത്തിലും 80 വർഷത്തോളം ഏകദേശം എടുത്തിട്ടുണ്ട് അവരുടെ വലിയ ശുശ്രൂഷയിലേക്ക് അവർ വരുന്നതിന് മുമ്പായിട്ട്. അതുകൊണ്ട് ദൈവം എല്ലായ്പ്പോഴും ആദ്യം കപ്പാസിറ്റി വർദ്ധിപ്പിക്കും, എന്നിട്ട് മാത്രമേ ഓവർഫ്ലോ പകരുകയുള്ളൂ. ഇത് പറയാൻ കാരണം യോസഫിൻ്റെ ജീവിതത്തിൽ അറിയാമല്ലോ, ഭയങ്കരമായ ടഫ് പാച്ചസിലൂടെ താൻ പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു രാജ്യത്തെ തന്നെ കൊണ്ടുപോകാനുള്ള കഴിവ് തൻ്റെ അകത്ത്. സോ ദ വെസൽ വാസ് റെഡി, ദെൻ ദ ഓവർഫ്ലോ കെയിം. ഭയങ്കരമായ ഹാർവെസ്റ്റ് വരാൻ തുടങ്ങി. അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ അകത്ത്, യോസഫിൻ്റെ അകത്ത് കർത്താവ് കൊടുത്തിരുന്നു. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ, 2 Timothy chapter 2 verse 21, ബി എ വെസൽ ഫോർ ഓണറബിൾ യൂസ്. മാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാത്രമായി അഥവാ മാനപാത്രമായി മാറുക. Psalm 23 verses 3 and 4, 24-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വചനങ്ങളിൽ, ക്ലീൻ ഹാൻഡ്സ് ആൻഡ് എ പ്യുവർ ഹാർട്ട്. അവിടെ പറയുന്നുണ്ട്, കൈവെടിപ്പും നിർമ്മല ഹൃദയവും ഉള്ളവർ. അങ്ങനെയുള്ളവർക്കാണ് യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ കയറാൻ സാധിക്കുന്നത്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ കാണുന്നത്, വൈസ് വെർജിൻസ് വെർ പ്രിപ്പേർഡ്. അവിടെ മണവാളിനെതിരേക്കാൻ വേണ്ടി 10 കന്യകമാർ റെഡിയായി. അതിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു, എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ പറയുന്നത് വൈസ് വെർജിൻസ് വെർ പ്രിപ്പേർഡ്, റിയലി പ്രിപ്പേർഡ്. എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നി, പക്ഷേ യഥാർത്ഥത്തിൽ ഒരുങ്ങിയിരുന്നത് 5 പേർ മാത്രമാണ്. എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒരുക്കം? എക്സ്ട്രാ പാത്രങ്ങളിൽ അവർ എണ്ണ എടുത്തിരുന്നു. കാരണം മണവാളൻ വരാൻ വൈകിയാൽ, മറ്റെന്തെങ്കിലും ആവശ്യം വന്നാൽ കൂടുതൽ എണ്ണ അവർ കയ്യിൽ കരുതി.
അങ്ങനെ അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് അവർ നിന്നതുകൊണ്ട് മണവാളിനെ എതിരേൽക്കുന്ന ആ ഫങ്ഷനിൽ അവർക്ക് പ്രവേശനം ലഭിച്ചു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. വിതൗട്ട് പ്രിപ്പറേഷൻ ഇൻക്രീസ് കനോട്ട് ബി സസ്റ്റെയിൻഡ്. ശരിയായ ഒരുക്കമില്ലാതെ വർധനവിനെ ഒരിക്കലും നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധ്യമല്ല. വളരെ നന്നായി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു ബിസിനസ് ഇൻകമാകാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം തരുന്ന വർധനവാകാം. അതിനെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ കപ്പാസിറ്റി വർദ്ധിച്ചിരിക്കണം. ഞാൻ ഇതിൽ കണ്ണിൽ നോക്കി പറയാം, ഗോഡ് പ്രിപ്പേഴ്സ് യു ബിഫോർ ഹി എൻലാർജസ് യു. നിങ്ങളെ ദൈവം വിശാലമാക്കി അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരു ഒരുക്കമുണ്ട്. വെസൽ ഒരുങ്ങട്ടെ, സ്ട്രെച്ച് ചെയ്യട്ടെ. എത്രത്തോളം വിശാലമായി കണ്ടെയ്ൻ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുമോ അത്രത്തോളം വിശാലമായി ദൈവത്തിന് ഓവർഫ്ലോ നൽകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ശ്രദ്ധിച്ച് കേട്ടു എന്ന് വിചാരിക്കുന്നു. കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. എല്ലാ നിലകളിലുമുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് അതനുസരിച്ചുള്ള ഒരു ഓവർഫ്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ പറ്റുകയുള്ളൂ. കൈനീട്ടാമോ, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് കണ്ട് എല്ലാവർക്കുമായി പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുകയാണ്. എല്ലാവരുടെയും കപ്പാസിറ്റി വർദ്ധിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ, ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ, പലതിലൂടെ അവരുടെ കപ്പാസിറ്റി വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർ ഈ സമയത്ത് ഒരു കൈ നെഞ്ചിൽ വയ്ക്കുക, മറ്റേ കൈ ഇപ്പോൾ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. വലിയ വിടുതൽ കർത്താവെ നീ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രയാസമോ രോഗമോ എന്താണെങ്കിലും ഇന്ന് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ഉണ്ടാകട്ടെ. എല്ലാവരുടെയും കപ്പാസിറ്റി വർദ്ധിക്കട്ടെ, ഓവർഫ്ലോ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഒത്തിരി കർത്താവ് ഇതിലൂടെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച രാവിലെ വീണ്ടും നമുക്ക് കാണാം. പക്ഷേ നാളെ സൺഡേ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് ദൈവത്തെ ആരാധിക്കുക. ആൻഡ് മേ ദ ലോർഡ് ഹെൽപ്പ് യു ടു ഇൻക്രീസ് യുവർ കപ്പാസിറ്റി ആൻഡ് ദെൻ ദ ഓവർഫ്ലോ. ഗോഡ് ബ്ലെസ് യു. See you on Monday. Bye-bye.